നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിലും നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസാണ്. ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോണിലാണ് നിർണായക വിവരങ്ങൾ. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായും പെൺവാണിഭ ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി 25,000 രൂപ നൽകണമെന്ന് തസ്ലീമ ചാറ്റിലൂടെ ആവശ്യപ്പെടുന്ന തെളിവുകളാണ് ലഭിച്ചത്. ലഹരിക്ക് പുറമെ പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതിനും തെളിവുകളുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും എക്സൈസിന് ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നേരത്തെ തന്നെ ഈ തസ്ലീമ സുൽത്താനയും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധം, അതോടൊപ്പം മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇവർക്ക് ലഹരി എത്തിച്ചു നൽകിയിരുന്നത് തസ്ലീമ സുൽത്താനയാണെന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഈ സിനിമാ താരങ്ങൾക്ക് പെൺവാണിഭ സംഘങ്ങളെ അല്ലെങ്കിൽ പെൺവാണിഭ ഇടപാടുകൾ അവർക്ക് നടത്തിക്കൊടുത്തിരുന്നത് തസ്ലീമയാണെന്ന വിവരങ്ങളാണല്ലോ. ഇതിന്റെ എന്തൊക്കെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ശരണ്യ? ടോമ, ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധപ്പെട്ട തസ്ലീമ സിനിമാ നടന്മാർക്ക് ഇടനിലക്കാരിയായി നിന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിലുള്ള ഒരു നടന് വേണ്ടി, യുവ നടന് വേണ്ടി യുവതിയെ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ എക്സൈസ് സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഒരു മോഡലിന്റെ ചിത്രം, ഇവർ തമ്മിലുള്ള ചാറ്റിനകത്ത് ഒരു മോഡലിന്റെ ചിത്രം തസ്ലീമ അയച്ചു നൽകി. അത് മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് 25,000 രൂപയാണ് ആ യുവതിക്ക് ഈടാക്കിയതെന്ന് ഇവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ 25,000 രൂപയിൽ 5,000 രൂപ തനിക്ക് ലാഭമായി ലഭിക്കും എന്നുള്ള കാര്യവും ഉൾപ്പെടെയാണ് അവർ പറയുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് അന്വേഷണ സംഘത്തിനുണ്ട്. സിനിമാ മേഖല കേന്ദ്രീകരിച്ചാണ് ഇവർ എത്തിച്ചു നൽകിയിരുന്നത്, അതായത് യുവതികളെ എത്തിച്ചു നൽകിയിരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, കർണാടക കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികളായി പഠിക്കാൻ പോകുന്ന ആളുകളെ അത്തരത്തിൽ ലഹരി നൽകി അവരെ കൈവശം വെച്ചതിന് ശേഷം പിന്നീട് ഇത്തരം പെൺവാണിഭ സംഘങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു റാക്കറ്റായാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ടോമ. അതിൽ തന്നെ മറ്റൊരു നിർണായകമായ വിവരം, ഈ നടനുമായി ബന്ധപ്പെട്ട് പല നടന്മാരുമായി ബന്ധപ്പെട്ട് ഇവര് ഒരു പെൺവാണിഭ സംഘത്തിന്റെ ഭാഗമായി അത്തരം ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ് എന്നുള്ളതും ഇവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു റാക്കറ്റിലേക്ക് ഇവർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അതായത് ബാംഗ്ലൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് നൽകിയിരുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഗുരുതരമായൊരു കേസ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കേസ് തന്നെയാണ് ഇതെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴയിൽ എങ്ങനെയാണ് ഇത്രയും വില കൂടിയ ഹൈബ്രിഡ് കഞ്ചാവ്, അതിന്റെ ഉപഭോക്താവ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും മുറുകുന്നുണ്ട്. അതിൽ ചില വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ആലപ്പുഴ നഗരത്തിൽ നടന്ന ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട്, നിശാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ലഹരി വിൽപ്പനയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കുന്നുള്ളത്. അത് പോലീസും പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന്റെ ഉപഭോക്താവ് ആരാണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു അന്വേഷണം നടത്തി വരികയാണ്. ശരണ്യ, ഇതില് ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടല്ലോ. കാരണം 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊണ്ടുവന്നതെന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അത് ആർക്കൊക്കെ എത്തിച്ചു നൽകി? ഇവരിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് കൂടാതെ അത് എവിടേക്കാണ് പോയത്? അതോടൊപ്പം ഈ ലഹരി ഇടപാട് നടത്തിയിരുന്ന, ഇവർക്ക് ഈ തസ്ലീമ ലഹരി നൽകിയിരുന്ന സിനിമാ താരങ്ങൾ ആരൊക്കെയാണ്? പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധമുള്ള സിനിമാ താരങ്ങൾ ആരൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമാകണം. എക്സൈസിന് ഇതേക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടോ? എക്സൈസ് മാത്രമാണോ, അത് പോലീസും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? വളരെ കൃത്യമായി തന്നെ ഇത് ആർക്കാണ് യുവതിയെ മോഡലിനെ എത്തിച്ചു നൽകിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എക്സൈസിനുണ്ട്. ആ നടനെ സംബന്ധിച്ച്, യുവ നടനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും എക്സൈസിന് കൈവശമുണ്ട്. ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് ശേഷം
നമ്മൾ ന്യൂസ് 18 അടക്കമുള്ള നമുക്കും ആ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കട്ടെ എന്നുള്ളതാണ് നമ്മളും കരുതുന്നത്. എന്തായാലും ഈ ഒരു മൊഴി നൽകിയതും ആർക്കാണ് എത്തിച്ചു നൽകിയതും എന്നതിനെ സംബന്ധിച്ച് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു യുവ നടനാണ് എത്തിച്ചു നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിൽ ലഹരിയും സെക്സ് റാക്കറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഗുരുതരമായ ഒരു കേസ് തന്നെയാണ് ഇത് എന്നുള്ളതാണ്. എന്തായാലും ഈ ലഹരി പാർട്ടി ആലപ്പുഴയിൽ നടന്ന സംഭവം വളരെ ഗൗരവത്തോടെ പോലീസ് കാണുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നും ഒപ്പം തന്നെ മാർച്ച് 8-നും ആലപ്പുഴയിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഒരു പാർട്ടി നടന്നിരുന്നു. നിശ പാർട്ടിയായാണ് അത് അനൗൺസ് ചെയ്തിരുന്നത്. അതിന് രജിസ്ട്രേഷൻ എടുത്ത ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വെച്ചുള്ള നിശ പാർട്ടി ആയിരുന്നു. അതിന് രജിസ്ട്രേഷൻ എടുത്തിരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എത്തിയത് എറണാകുളത്ത് നിന്നും ആണ്. അത് എറണാകുളത്ത് നിന്ന് യുവാക്കൾ ഇവിടേക്ക് ആലപ്പുഴയിലേക്ക് എത്തിയെന്നുള്ളതാണ്. അതിന് ആദ്യത്തെ പാർട്ടി അവിടെ നടന്ന ആ പാർട്ടിയിൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിന് കിട്ടുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിന് കിട്ടുന്നു, എക്സൈസിന് കിട്ടിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത് മാർച്ച് 8-ന് ഈ പാർട്ടി നടക്കുന്നതിനിടയിൽ ആലപ്പുഴ നോർത്ത് പോലീസ് നേതൃത്വത്തിലുള്ള സംഘം ഈ ഹോട്ടലിനുള്ളിൽ ഈ പാർട്ടി നടക്കുന്ന മുറി, ഈ നക്ഷത്ര ഹോട്ടലിലെ ആ മുറി ഒരു സംഘം വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു അവരിൽ നിന്ന് റെന്റ് ഔട്ട് ചെയ്താണ് എടുത്തിട്ടാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി അവർ ഉപയോഗിച്ചത്. അപ്പോൾ അന്ന് ഈ ഹോട്ടലിലുണ്ടായിരുന്ന ഹോട്ടൽ ഉടമയെ അടക്കം പോലീസ് വിശദാംശങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതും തനിക്ക് തന്റെ കയ്യിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഇതാണ്. അത്തരത്തിലൊരു പരിശോധന ഉണ്ടെങ്കിൽ, അത്തരം ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്ന് തന്നെയാണ് നിലപാടെടുത്തത്. തുടർന്ന് ഇതിനകത്ത് ഇത് വാടകയ്ക്കെടുത്ത ആളുകൾക്ക് ചില ക്രിമിനൽ പശ്ചാത്തലം, അതായത് ഈ നിശാ പാർട്ടി സംഘടിപ്പിച്ച ആളുകൾക്ക് ചില ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ ടോം ഓർക്കുന്നുണ്ടാകും, ആലപ്പുഴയിലെ യുവ വ്യവസായിയായി കണ്ണൂരിൽ നിന്ന് എത്തിയ യുവ വ്യവസായി അഭിഷേകിനെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ, നടു റോട്ടിൽ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യ പ്രതിയായിരുന്ന അനൂപിന്റെ നേതൃത്വത്തിൽ ആണ്, സൽപുത്രൻ അനൂപ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ രണ്ടാമത്തെ പാർട്ടിയും അവിടെ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവർക്ക് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ട ലഹരി കേസുകളുമൊക്കെയായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ നിലനിൽക്കുന്ന ആളുകളാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഈ അനൂപിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ പാർട്ടി നടത്തി. രണ്ടാമത്തെ പാർട്ടി ഇവര് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കം പരസ്യം നൽകിയാണ് നിശാ പാർട്ടി സംഘടിപ്പിച്ചത്. ആ പാർട്ടിയിൽ ആദ്യത്തെ സംഭവം അതീവ രഹസ്യമായാണ് നടന്നതെങ്കിൽ രണ്ടാമത്തെ സംഭവത്തെ സംബന്ധിച്ച് വിശദമായ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ നോർത്ത് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം, നോർത്ത് CI രാജേഷിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം 15-അംഗ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള 15-അംഗ സംഘം ഈ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി. അവിടെ നിലയുറപ്പിച്ചതിനെ തുടർന്നാണ് അന്ന് ഈ നിശാ പാർട്ടി അവിടെ നടക്കാതെ പോയത്. അതിൽ തന്നെ ഈ യുവതികൾക്ക്, അതായത് ആലപ്പുഴയിൽ എത്തുന്ന ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്ന യുവതികൾക്ക് സൗജന്യമായി മദ്യം നൽകുമെന്നായിരുന്നു വുമൻസ് ഡേ ഓഫറായി അവര് വയ്ക്കുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ ഒരു ഓഫർ വെച്ചും, അതായത് സൗജന്യ മദ്യം എന്നതുകൊണ്ട് ഇവർ ആകർഷിച്ച് അവിടേക്ക് എത്തിക്കുന്നതിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരി തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരമൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നോർത്ത് പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ചും ഈ സംഭവത്തിൽ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലഹരി പാർട്ടി നടക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ലഹരി പാർട്ടിയല്ല നിശാ പാർട്ടി നടക്കുന്ന ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകളാണ് ഏറ്റവും അധികം, പ്രത്യേകിച്ച് എറണാകുളത്തു നിന്നുള്ള ആളുകളാണ് അതിനകത്ത് ഏറ്റവും അധികം പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഇവർ ഉദ്ദേശിച്ചിരുന്നത്, ഈ പാർട്ടി സംഘടിപ്പിച്ചിരുന്ന ആളുകൾ ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെ ഈ നിശാ പാർട്ടി സംഘടിപ്പിച്ചത് സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പബ്ബ് പോലെയുള്ള ഒരു സംവിധാനം, വലിയ ലക്ഷറി ആയ ഒരു സംവിധാനം ആലപ്പുഴയിൽ ഒരുക്കാമെന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതും രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അതിനുശേഷം ആഴ്ചകൾ പിന്നിടുമ്പോഴാണ്, ആ സംഭവം നടന്ന ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു നല്ല വിലയുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രാമിന് 10,000 രൂപയ്ക്ക് മേൽ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ തസ്ലീമ എത്തുന്നത്. തസ്ലീമ ഈ കണ്ണികളിൽ ഒരു ചെറിയ ആളല്ല, ഈ ഇതിന്റെ ഒരു ഹോൾസെയിൽ വിൽപ്പനക്കാരി എന്ന് തന്നെ പറയാൻ കഴിയുന്ന
വർഷങ്ങളായി ഈ രംഗത്തുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അവർ തന്നെ ഇവിടെ ഈ ഒരു 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇവിടെ എത്തണമെങ്കിൽ ഇവിടെ അത് തന്നെയാണ് ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ലഹരി എത്തിച്ചു നൽകിയിരുന്ന പ്രധാനിയാണ് കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താൻ. ഇവർ ഓരോ നാട്ടിലും വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ക്രിസ്റ്റീന, മഹിമ തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു എന്ന വിവരങ്ങൾ ഇന്നലെ ശരണ്യ സ്നേഹജൻ തന്നെ പുറത്തുവിട്ടതാണ്. അത്തരം നിർണായകമായിട്ടുള്ള ഓരോ വിവരങ്ങളും അന്വേഷണ സംഘത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ ആർക്കൊക്കെയാണ് ലഹരി എത്തിച്ചു നൽകിയിരുന്നത്, ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല ശരണ്യ സൂചിപ്പിച്ചതുപോലെ നിശാ പാർട്ടിയിൽ ആരൊക്കെ പങ്കെടുത്തു, സിനിമാ താരങ്ങളും തസ്ലീമയും തമ്മിലുള്ള ബന്ധം, ഇവർക്ക് ഈ ലഹരി ഇടപാടിന് പുറമെ ഈ പെൺവാണിഭ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്.